ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലേഹാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പാടിക്ക് 2 വയസ്സ് തികയാ കേട്ടോ. ഇന്ന് അമ്പാടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിക്ക് ഞങ്ങൾ ചെറിയ സെലിബ്രേഷൻ, വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചെറിയ രീതിക്ക് ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പോൾ റവ വറുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പുമാവയ്ക്ക് വേണ്ട ഉള്ളിയും ക്യാരറ്റും വറ്റൽമുളകൊക്കെ, പിന്നെ നമ്മൾ അവിയലേക്കുള്ള കഷ്ണങ്ങൾ തലേ ദിവസം ഞങ്ങൾ മുറിച്ച് കഴുകി കവറിലാക്കി വെച്ചതാണ് കേട്ടോ. ഇത് സാമ്പാറിനുള്ളതാണേ. അതും കഴുകി നമ്മൾ പാത്രത്തിലാക്കി വെച്ചാണ്. തക്കാളി ഇതൊക്കെ നമ്മളെല്ലാ കഷ്ണങ്ങളും പച്ചക്കറി കഷ്ണങ്ങളും തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്പാടി പിറ്റേ ദിവസത്തേക്ക് ഒന്നിനും സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഉപ്പേരിക്ക് വേണ്ട ക്യാബേജ് ഞങ്ങൾ ഇതുപോലെ അരിഞ്ഞ് കവറിലാക്കി വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിയലിക്കുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലിട്ട് കഴുകി, ആദ്യം ഓൾറെഡി കഴുകിയെടുത്തായിരുന്നു, വീണ്ടും ഒന്നുകൂടി കഴുകി. പിന്നെ അമ്പാടിനെ കുളിപ്പിച്ച് സുന്ദരനാക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഡ്രസ്സ് മാറി, പിന്നെ പുതിയ ഷർട്ടും ട്രൗസറൊക്കെ ഇട്ട് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കണം. ഉപ്പുമാവും പപ്പടമാണ് രാവിലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകട്ടോ. ഞാൻ അമ്പാടിയും കൂടി അമ്പലത്തിൽ പോവാണ്. മോൾ ഇവിടെ ഇല്ല, മോൾ വീട്ടിൽ പോയതാണ്. അപ്പം അവൾ അമ്മയുടെ കൂടെ വരും. ഞാൻ കണ്ടുള്ളൂ ഒറ്റയ്ക്ക് പോകട്ടെ അമ്പലത്തിൽ. ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പാടിയുടെ പേരിൽ ഞങ്ങൾ പൂജയും വഴിപാടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ എത്താനാട്ടോ പറഞ്ഞു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അപ്പോൾ അമ്പലത്തിൽ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ തെഞ്ചങ്ങ് പ്രസാദം കിട്ടി, പിന്നെ പൂജയുടെ പായസമൊക്കെ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരണം. അവൻ എന്നെ കൂട്ടാതെ മുന്നിലൊറ്റയ്ക്ക് നടന്നു പോവാണ്. അവൻ എൻ്റെ ബോഡി ഗാർഡാണ്. അത് മുന്നിൽ കുറിയൊക്കെ പിടിച്ച് കൈയൊക്കെ വീശി ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഏട്ടത്തിയമ്മയും മോളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലച്ചുവിനെ അപ്പം തന്നെ ഡാൻസ് ക്ലാസ്സിന് പറഞ്ഞയച്ചു. പിന്നെ അല്ലിമോൾ പുതിയ ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൻറ്റി ഇതൊക്കെ ഇട്ട് നോക്കുകയാണ്. അങ്ങനെ ആ പുതിയ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു ഷോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാമോ. അപ്പോൾ സൂപ്പറാണ് കേക്ക്. എന്ന് കഴിക്കുന്നതിന് മുന്നേ തന്നെ പറയാം, ഞങ്ങൾ കേക്കൊക്കെ സൂപ്പറാണ്. സംഭവം കേക്ക് സൂപ്പറാണ് കേട്ടോ. നമ്മളെ കേക്ക് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നിട്ട് നമ്മൾ കേക്ക് ഇതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിൻ്റെ ധൃതിയിലാണ്. നമ്മൾ വലിയ രീതിക്കുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറിയ രീതിക്ക് ഉള്ള കേട്ടോ. കാരണം നമ്മൾ ആരും വിളിച്ചിട്ടില്ല, ആരോടും നമ്മൾ ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ റിലേറ്റീവ്സിനോട് ആരോടും പറഞ്ഞിട്ടില്ല. ചെറിയ രീതിക്ക് ഏട്ടൻ്റെ കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേനെയും ഏടത്തിയമ്മേനെയും മാത്രം, വേറെ ആരുമില്ല കേട്ടോ. നമ്മൾ ബാക്കി റിലേറ്റീവ്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെറിയ രീതിക്കാണ്. കാരണം രാഗേഷേട്ടൻ്റെ വലിയച്ഛൻ മരിച്ചതും എൻ്റെ വലിയമ്മയും മരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ആർഭാടമൊന്നുമില്ല, ചെറിയ രീതിക്ക് ഒരു കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ചെറിയ രീതിക്കൊരു സദ്യ, അത്ര തന്നെയാണ് കേട്ടോ. വേറെ അതൊന്നുമില്ല. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ അവന് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ അച്ചച്ചന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടോ. അത് അച്ചച്ചൻ്റെ ആളാണ്. അപ്പോൾ അച്ചച്ചൻ്റെ ഫസ്റ്റ് കേക്ക് മുറിച്ചപ്പോൾ അച്ചച്ചന് കൊടുത്തു. പിന്നെ അതിന് ചേച്ചിമാരെല്ലാവരും അബ്ബ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അബ്ബമാർക്ക് കൊടുത്തു. പിന്നെ അമ്പാടിയുടെ പാപ്പനാണ് ഇപ്പോൾ കേക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ പാപ്പനെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കട്ട് ചെയ്തപ്പോൾ ആദ്യം അവന് വായിൽ വെച്ച് കൊടുത്ത പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചിട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ അവന് വീണ്ടും വെച്ച് കൊടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എനിക്ക് പീസ് തന്നപ്പോൾ അത് പകുതി അവൻ കൊടുത്ത് ബാക്കി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അവൻ്റെ വലിയച്ഛനാണ് കേട്ടോ. വലിയച്ഛന് കൊടുത്തു. പിന്നെ പാപ്പ ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അപ്പുറത്തുനിന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ചമ്മ, അവൻ്റെ അച്ചമ്മ കേക്ക് കൊടുക്കണം കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇങ്ങനെ കേക്ക്, ഇത് അമ്പാടിയുടെ അമ്മമ്മയാണ്. പിന്നെ ഇത് ആൻറ്റിയാണ് കേട്ടോ, ഏട്ടൻ്റെ വൈഫാണ്. പിന്നെ കറുപ്പ് ഡ്രസ്സിട്ട് ഏട്ടൻ്റെ മോളാണ് അല്ലിമോൾ. അല്ലിമോളും അമ്പാടിയും ഭയങ്കര കട്ടയാണ് കേട്ടോ. അവർ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നിച്ചാണ് കളിക്കാറൊക്കെ. അവർക്ക് ഭയങ്കര
ചേച്ചി അവന് അമ്പാടിക്ക് അവളെ ഭയങ്കര കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളൊക്കെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് പീസ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ വലിയ രീതിക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അതിന് വേണ്ടി ചെറിയൊരു സദ്യ ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതുണ്ട്, രസം, ശർക്കരപ്പേരി, വറുത്തുപ്പേരി, കേബേജ് ഉപ്പേരി, പച്ചടി, എലശ്ശേരി, നമ്മൾ മത്തൻ കൊണ്ട് ഉണ്ടാക്കിയ എലശ്ശേരി കേട്ടോ. പിന്നെ സാമ്പാർ, ചോറ്, പപ്പടം, പിന്നെ ബീട്രൂട്ട് അച്ചാർ, പുളിയിഞ്ചി, നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതാ ചേച്ചിമാരൊക്കെ താഴെ റെഡി ആയിരുന്നാണ് കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല എന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അമ്പാടിക്ക് അടുത്ത ഡ്രസ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഇട്ടത് ആൻറ്റി അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു. വേറൊരു കൂട്ട് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലിപ്പമുള്ളതായിപ്പോയി. അപ്പോൾ അത് ഇട്ടില്ല. അപ്പം ഇവിടെ എടുത്ത രണ്ടാമത്തെ കൂട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇട്ട് അവൻ നല്ല സുന്ദരനായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പിറന്നാളിന് ഇങ്ങനെയാണ് ഇലയിടാറ്. നിങ്ങളവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ തന്നെയാണോ അല്ലെന്ന് പറയണം. പിന്നെ ഒരു 4:30 ആയപ്പോൾ നമ്മുടെ ജാതകം വായിക്കാൻ പണിക്കർ വരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ പണിക്കരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം. സംഖ്യയെ കുറിച്ച് കൂടി പറയുന്നു. 18 ലക്ഷാൽ പരം 71,750 നാൾ ചെന്നിതു. സാവനദിനെ പ്രാപ്തേ തത്ര തസ്മിൻ കാലേ കുംഭശനി, കുംഭത്തിലെ ശനിയും മേടവ്യാഴം, മേടത്തിലെ വ്യാഴവും നിൽക്കുന്ന ദക്ഷിണായന കാലേ ഉത്തരായനം ദക്ഷിണായനം, അങ്ങനെ 2 അയനങ്ങളാണ്. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം. അങ്ങനെ അമ്പാടിയുടെ ജാതകം വായിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വലിയമ്മ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.